ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പുഡിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളെ കരിക്കുണ്ടല്ലോ, നമ്മളെ ടെൻഡർ കോക്കനട്ട്, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെള്ളവും അതുപോലെ തന്നെ ആ ഒരു പൾപ്പ് നല്ല ആ ഒരു സോഫ്റ്റ് ആയിട്ടില്ല അങ്ങനത്തെ ടൈപ്പ് കരിക്ക് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് കട്ടാക്കിയിട്ട് വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പൾപ്പും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതാ അതിൻ്റെ ആ ഒരു വെള്ളം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു 2 കരിക്കിൻ്റെയും ഫുള്ളായിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ മധുരത്തിനായിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പഞ്ചസാരേൻ്റെ ആ ഒരു മധുരം തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്നൊരു 15 ഗ്രാമോളം ചൈന ഗ്രാസ് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം നമ്മളെ നാട്ടിലത്തേലും ചൈന ഗ്രാസ് ആണെങ്കിൽ 10 ഗ്രാം എടുത്താൽ മതി കേട്ടോ. അത് അത്യാവശ്യം ഒരു കട്ടി പോലത്തെ ഒരു ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇതൊരു സോഫ്റ്റ് പോലത്തെ ഒരു ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ഞാനിതൊരു 15 ഗ്രാമോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേർപകുതിയായിട്ട് അങ്ങനെ എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്കാകാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതങ്ങനെ കുറേ ടൈം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഈ ഒരു ടൈപ്പ് ചൈന ഗ്രാസ്. അപ്പോൾ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നാട്ടിലതെല്ലാണെങ്കിൽ കുറച്ചധികം ടൈം തന്നെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി സെറ്റാക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ആ ഒരു കരിക്കിൻ്റെ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ചൈന ഗ്രാസും കൂടി അപ്പുറത്തെ സൈഡ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. കാരണം ഇത് രണ്ടും ഒരേ ടൈമിന് തന്നെ ആക്കിയെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ ഇത് ആ ചൈന ഗ്രാസും പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസെല്ലാം പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മെൽറ്റായി കിട്ടുന്നതല്ലേ. അപ്പോൾ ഇത് അതും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതും നല്ല പോലെ ഒന്ന് തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓവറായിട്ട് തിളച്ച് ഇങ്ങനെ കുറുകി പോകുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് നമ്മൾ ഈ ഒരു കരിക്കിൻ്റെ ആ ഒരു മിക്സിലേക്ക് അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. കാരണം എന്താ പറയുക, ആ ഒരു ചൈന ഗ്രാസും ആ ഒരു കരിക്കിൻ്റെ വെള്ളവും നല്ല പോലെ ഒന്ന് മിക്സായി വരണം. ഇനിയിപ്പോൾ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ആ ഒരു ചൈന ഗ്രാസിൻ്റെ ആ ഒരു തെരിതെരിയെല്ലാം കണ്ട ആ ഒരു അരിപ്പയിൽ തന്നെ കാണുന്നില്ല. അപ്പോൾ അത് ഇതിലുണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലത് നമുക്ക് ആ ഒരു പുഡിങ് എന്താ പറയുക ആ ഒരു ഗ്ലാസ് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ യാതൊരു തെരിതെരിയോ ഒന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പം അരിക്കൽ മെയിനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ക്ലിങ് റാപ്പ് ഇട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു പുഡിംഗ് ട്രേയിലുണ്ടല്ലോ അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്ര തിക്കായിട്ടില്ല, അത്ര കട്ടിയായിട്ട് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പുഡിംഗ് ട്രേയിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. ഒരു ക്രീം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 കപ്പോളം മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര പഞ്ചസാരയും മിൽക്ക് മെയ്ഡും രണ്ടും കൂടി ഇതായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളതിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ സ്വീറ്റായിട്ട് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇങ്ങനത്തെ ഏത് പുഡിങ്ങെല്ലാം ആയാലും മിൽക്ക് മെയ്ഡാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീമും ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതാ നമുക്ക് അതിൻ്റെ ആ ഒരു പൾപ്പെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പൾപ്പ് നല്ല പോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്രീം കളർ വരുന്ന ആ ഒരു എന്താണ് ആ ഒരു തൊലിയില്ലേ അതൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നല്ല പാകിൽ തന്നെ കിട്ടണം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇത് പിന്നെ കരിക്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ തേങ്ങ പോലത്തെ ടൈപ്പൊന്നും എടുക്കരുട്ടോ. അന്നേരം കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു സോഫ്റ്റ് ആയിട്ടില്ല ഭാഗം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചെല്ലാം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അരച്ചെടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ കരിക്കിൻ്റെ ആ ഒരു വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 2-3 ടീസ്പൂണോളം മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ. ആ ഒരു കരിക്കിൻ്റെ പൾപ്പെല്ലാം നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലായിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. എന്നാലും മാക്സിമം നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ അടിക്ക് പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം നമ്മൾ മിൽക്ക് മെയ്ഡെല്ലാം ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുഡിങ്ങെല്ലാം ഉണ്ടാക്കുന്ന ടൈമിലേ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാം കേട്ടോ. കാരണം നല്ല കട്ടിയിൽ പാത്രം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുന്ന ഇതൊന്നും വരില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മിക്സ് നല്ലപോലെ ഇളക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഏകദേശം ഒരു തിളയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോഴാണ് നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടൽ. അപ്പോൾ ഇതാ ഞാനൊരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. അപ്പം അളവെല്ലാം കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കോൺഫ്ലവർ ഒന്നും ഒട്ടും തന്നെ കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ വാട്ടർ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതാ നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ആ ഒരു കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പം തന്നെ ഏകദേശം നല്ല ക്രീമി ടെക്സ്ചർ തന്നെ ഉണ്ട് കേട്ടോ നമ്മളത് ചേർക്കും. പിന്നെ അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ക്രീം പോലെ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് കിട്ടും. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഇളക്കലാണ് നമ്മൾ ആ ഒരു പുഡിങ് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടൽ. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഇതാ ഞാൻ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പം പുഡിംഗ് ട്രേ അല്ല, ഒരു പുഡിംഗ് ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാര്യം പുഡിംഗ് ട്രേനേക്കാളും നല്ലത് ഇതുപോലെ ബൗൾ എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. കാരണം ഇതൊരു തിക്കായിട്ടുള്ളൊരു ഇതല്ലേ. അപ്പോൾ ഇത് കോരി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ബൗളാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ അതിലേക്ക് ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഏകദേശം ഒരു ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാകല്. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ അതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതാ നമ്മളെ പുഡിങ്ങെല്ലാം ഒന്ന് തണുത്ത് റെഡിയായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിലില്ല എന്തെങ്കിലും നട്ട്സ് ഐറ്റംസ് എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുത്ത ആ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് പുഡിങ് അല്ല, നമ്മൾ ആ ഒരു കരിക്കിൻ്റെ വെള്ളം യൂസ് ആക്കിയിട്ട് ആക്കിയതല്ലേ, അപ്പോൾ അതിന് ഗ്ലാസ് പുഡിങ് എന്ന് പേരിടാം നമുക്ക്. അപ്പോൾ ഇതാ അതൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് സ്ക്വയറായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ടൈപ്പിൽ വേണം കേട്ടോ കട്ടാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ തംബ്നെയിൽ കൊടുത്ത പോലെ തന്നെ ഇത് പുഡിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു പുഡിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ടൈമിലേ ഞാൻ എപ്പം വിചാരിക്കും ഈ ഒരു റെസിപ്പി ഷെയർ ആക്കണം
ഉണ്ടാക്കണമെന്ന്. കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ അറിയാമല്ലോ കോമ്പറ്റീഷനെല്ലാം പോകുന്ന ടൈമിൽ എന്താണ് ഇതിൻ്റെ ഒരു റെസിപ്പിയൊന്നും എടുക്കാനൊന്നും ഇല്ല, ടൈമൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ എപ്പം എന്താണെന്ന് വിചാരിക്കലുണ്ട് ഇത് എന്തായാലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ഷെയർ ആക്കിയിട്ടുള്ളത്. കാരണം എനിക്കിപ്പോൾ നാട്ടിൽ വന്നേ പിന്നെയാണ് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കരിക്കെല്ലാം കിട്ടിയിട്ടുണ്ടായത്. കരിക്ക് മീൻസ് നമ്മളെ ടെൻഡർ കോക്കനട്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡായിട്ട് റെഡിയാക്കി എടുത്ത ആ ഒരു ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് നല്ല തണുക്കുമ്പം തന്നെ ആ ഒരു നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഗ്ലാസ് പുഡിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു നട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പുഡിംഗ് എല്ലാം ഏത് പുഡിംഗ് ആയാലും അതിലിങ്ങനെ നട്ട്സ് എല്ലാം കഴിക്കാനുണ്ടെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. നമ്മൾ പുഡിംഗ് എല്ലാം കഴിക്കുമ്പോൾ നട്ട്സ് എല്ലാം ഇടയ്ക്ക് കടിക്കുമ്പം നല്ലൊരു പാങ്ങാന്ന് കഴിക്കാൻ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്താവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പുഡിംഗ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 4 മണിക്കൂറെങ്കിലും മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ആ ഒരു തണുപ്പോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുപോലെ നമ്മൾ സൽക്കാരം പാർട്ടി അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാരണം എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.